ഏയ് ആരാ നിങ്ങള്? ഇവിടെ എന്താ പരിപാടി? ഒന്നുമില്ല സാർ, ഞങ്ങൾ ഫ്രണ്ട്സാ. വെറുതെ സംസാരിച്ചു. എന്താ നടക്കുന്നത് എനിക്ക് മനസ്സിലായി. വിട്ടോ വിട്ടോ, വെറുതെ സംസാരിക്കായിരുന്നു സാർ. വണ്ടി എടുത്തോണ്ട് പോടാ. റോഡ് എന്നിട്ട് അവന്റെ ലവ് സീന്. എന്താടി നിന്നോട് ഇനി പ്രത്യേകം പറയണോ? പോയേ പോയെ, ഓരോന്നിനെ വീട്ടിൽ നിന്ന് അഴിച്ചു വിട്ടോളൂ. നടന്ന എന്താണെന്ന് പാതി അറിയുള്ളൂ, ബാക്കി എന്താണെന്ന് അറിയില്ലോ. ബാക്കിയൊക്കെ ഞാൻ പറയാം. സന്ധ്യ ട്യൂഷന് പോയി. മാഷിക്ക് ഒരുപാട് ഇഷ്ടായി. അങ്ങനെ രണ്ടുപേരും ഇഷ്ടത്തിലായി. അടുത്തതെന്താ? കല്യാണോ? നിങ്ങൾ എല്ലാ കാര്യങ്ങളും എന്റെ സിസ്റ്ററിനോട് കറക്റ്റായിട്ട് സംസാരിച്ചോളൂ. മഞ്ജു, എന്താ ചേട്ടാ? ഇതെന്റെ കൂട്ടുകാരനാ ജോൺ, ഹലോ. ഇൻഡസ്ട്രിയൽ കൺസൾട്ടന്റ്. പറഞ്ഞോളൂ. ഇപ്പൊ സ്ത്രീകളും വ്യവസായത്തിലേക്ക് വന്നോണ്ടിരിക്കുക. നിങ്ങൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത പൈസ ഒരുപാടുണ്ടാക്കാം. രണ്ടുപേരും സംസാരിച്ചോണ്ടിരിക്കേ, ഞാനിപ്പോ വരാം. സോറി, ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ആക്ച്വലി മാഡം, പോൾട്രി ഫാം, കോഴി വളർത്തൽ. നിങ്ങൾക്ക് സിറ്റിയുടെ പുറത്ത് എന്തെങ്കിലും സ്ഥലമുണ്ടോ? ഔട്ട് ഓഫ് സിറ്റിയില് സ്ഥലമൊന്നുമില്ല. വേറെന്തെങ്കിലും ബിസിനസ് ഉണ്ടോ? കോസ്മെറ്റിക്സ് ലേഡീസിന് ഏറ്റവും നല്ല ബിസിനസ്സാ. പണം ശരിക്കും ഉണ്ടാക്കാൻ പറ്റും. അതിനൊക്കെ ഒരു ഭാഗ്യം വേണം. കോസ്മെറ്റിക്സ് നിങ്ങൾക്ക് കറക്റ്റ് ആയിരിക്കും. എങ്ങനെയാ പറയുന്നേ? മറുക് വെച്ച് പറഞ്ഞതാ. മറുകോ? ആ, ഇവിടെ ഇവിടെ കുറച്ചുകൂടി. ആ, ഇത് തന്നെ. നോക്ക്, ഈ മറുകാണ് നിങ്ങളുടെ ഭാഗ്യം. ഇതുപോലെ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? അത് പിറകില്. തിരിഞ്ഞു നോക്കട്ടെ. ആക്ച്വലി ശുക്രന്റെ സ്ഥാനത്ത് ഇരിക്കേണ്ടത് ചന്ദ്രന്റെ സ്ഥാനത്തായിരിക്കുന്നത്. ഈ മറുകെങ്ങാനും ഇവിടെ ആയിരുന്നെങ്കിൽ, പ്രത്യേകിച്ച് ഈ ഭാഗത്തായിരുന്നെങ്കിൽ അതൊരു ഭാഗ്യം. ഈ മറുകെങ്ങാനും നിങ്ങൾക്ക് ഈ നടുക്കെങ്ങാനും ആയിരുന്നെങ്കിൽ വല്ലാത്തൊരു ഭാഗ്യമായിരുന്നു. ഇപ്പോ ഞാനൊരു സത്യം പറയാം. പിന്നിലും മുന്നിലുള്ള നിങ്ങളുടെ ഈ മറുക് നിങ്ങളെ വലിയൊരു സ്ഥാനത്തേക്ക് കൊണ്ടുപോകാൻ പോവുക. അതിന് ഞാൻ ഗ്യാരണ്ടി തരുന്നു. നിങ്ങൾ ഓക്കെ പറഞ്ഞ ഡേ ആഫ്റ്റർ ടുമാറോ ഞാൻ നിങ്ങളെ വന്ന് കാണാം. ഡേ ആഫ്റ്റർ ടുമാറോ എന്റെ ബ്രദർ വീട്ടിലുണ്ടാവില്ല. അദ്ദേഹം വന്നതിന് ശേഷം വി വിൽ മീറ്റ്. അതെന്താന്ന് വെച്ചാ ഡേ ആഫ്റ്റർ ടുമാറോ വളരെ നല്ല ദിവസം. നിങ്ങൾ സൈൻ ചെയ്താ എനിക്ക് മെറ്റീരിയൽ ഇറക്കായിരുന്നു. അത് കഴിഞ്ഞാ നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളെ നോക്കി എന്താ എന്റെ വൈഫ് ഇത്രയും വലിയ സ്ഥാനത്തെത്തിയെന്ന് കരുതി ആശ്ചര്യപ്പെടും. സത്യമായിട്ടും? സത്യമാണോ പറയുന്നത്? ഉറപ്പായിട്ടും. എനിക്ക് അത് തന്നെയാ വേണ്ട. ഡോണ്ട് വറി, ഞാനില്ലേ. ഓക്കെ, ഡേ ആഫ്റ്റർ ടുമാറോ വന്നോളൂ. വെരി ഗുഡ്, വെരി ഗുഡ്. ഇങ്ങനെ തന്നെ ആയിരിക്കണം, എപ്പോഴും ഫാസ്റ്റ് ആയിരിക്കണം. ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം. എനിക്ക് ടെൻഷനിൽ നിന്നൊന്ന് റിലീഫ് ആവണം. നിങ്ങൾക്ക് നല്ല റിലീഫ് തരേണ്ടത് എന്റെ കടമയാ. എനിക്കതാണ് ആവശ്യം. ഓക്കെ, നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ പോയിട്ട് മറ്റന്നാൾ വരാം. ശരി എന്നാ, ബൈ. ചന്ദ്രു, നീ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരുന്ന ആ പ്രൊഫസറും സന്ധ്യയും ലവ് ചെയ്യുന്നത് നിർത്തിവെക്കൂ. എപ്പോഴും അത് തന്നെ പറഞ്ഞോണ്ടിരിക്കാതെ. വെരി സിമ്പിൾ മാറ്റർ ചന്ദ്രു. പ്രൊഫസറും സ്റ്റുഡന്റും ലവ് ചെയ്യുന്നു, ഇടയ്ക്കിടെ കണ്ട് റൊമാൻസ് ചെയ്യുന്നു. അത് ആരും അറിയാതെ രഹസ്യമായി വെച്ചിരിക്കുന്നു. ഇപ്പൊ നമ്മളെല്ലാം അത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലേ? ചന്ദ്രു,
ചന്ദ്രു, നീ ഇപ്പോഴും എനിക്ക് വേണ്ടി അവളെ കൂടെ വഴക്കിട്ടോണ്ടിരിക്കുകയാണോ? നീ ഇപ്പോഴും ആ സാറിനെ ലവ് ചെയ്യാണോ? ആ സാറാണ് എന്നെ ലവ് ചെയ്യുന്നത്. ആ സാറാണ് എന്നെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. എനിക്കെല്ലാം തന്നത് അദ്ദേഹമാണ്. അദ്ദേഹം മാത്രമില്ലായിരുന്നെങ്കിൽ ഞാനും എന്റെ അമ്മയും എപ്പോഴും റോട്ടിൽ നിന്നേനെ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് നടന്നത് എന്റെ തെറ്റാണ്. ആ തെറ്റ് ചെയ്ത കുറ്റബോധത്തിൽ ഇനി എന്റെ ജീവിതത്തിൽ ലവ് അല്ലെങ്കിൽ കല്യാണം ഇതൊന്നും വേണ്ടെന്ന് ഞാൻ ഡിസൈഡ് ചെയ്തു കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ നിന്നെ സ്നേഹിക്കുന്ന അർഹത എനിക്കില്ല ചന്ദ്രു. ദയവേത് ഇനി നമ്മൾ ഒരിക്കലും കണ്ടുമുട്ടണ്ട. പ്ലീസ് ചന്ദ്രു. ചന്ദ്രു, നിനക്കൊരു നല്ല കുട്ടിയെ കിട്ടിയിട്ടുണ്ട്. അവളെ സ്നേഹിച്ച് കല്യാണം കഴിക്ക. എന്നെ മറന്നേക്ക്. ഒരു മിനിറ്റ് സന്ധ്യ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഞാൻ എന്നെ കുറിച്ച് എല്ലാം നിന്നോട് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി എന്നെ കുറിച്ച് പറയാൻ എന്താ ബാക്കിയുള്ളത്? നീ ചെയ്ത തെറ്റെല്ലാം നീ മനസ്സ് തുറന്ന് സമ്മതിച്ചു. നീ എന്തുകൊണ്ടാ തെറ്റ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി. ആ സാർ എങ്ങനെ ബിഹേവ് ചെയ്തപ്പോ നീ എന്തുകൊണ്ടാ സമ്മതിച്ചെന്ന് എനിക്കറിയോ? അയാളോട് നിനക്കുള്ള നന്ദിയും ബഹുമാനവും അതെല്ലാം കൊണ്ടാ. നീ നല്ലവളല്ലാന്ന് നീ ഒരിക്കലും കരുതരുത്. നീ തെറ്റെല്ലാം എപ്പോൾ സമ്മതിച്ചോ അതിനുശേഷം നിന്നെപ്പോൾ നല്ലവൾ വേറെയില്ല. ഐ ലവ് യു സന്ധ്യ. ചന്ദ്രു, ഐ ലവ് യു ചന്ദ്രു. നോ, നിന്നെ സ്നേഹിക്കാൻ അവൻ ആരാടി? നീ എന്റെ ലവറാന്ന് അവൻ അറിയില്ലേ? പറഞ്ഞോ? എല്ലാം അവനോട് നീ പറഞ്ഞോ? നടന്നതെല്ലാം നീ അവനോട് പറഞ്ഞോ? പറഞ്ഞു സർ, എല്ലാം ഞാൻ പറഞ്ഞു. എല്ലാം അറിഞ്ഞിരുന്നും ചന്ദ്രു എന്നെ ഹോണസ്റ്റ് ആയിട്ട് സ്നേഹിക്കുന്നു. വലിയ ഹോണസ്റ്റ്. അവൻ നിനക്ക് കെമിസ്ട്രി പറഞ്ഞോ അല്ലെങ്കിൽ സ്കൂൾ ഫീസ് അടച്ചായിരുന്നോ? എന്ത് ചെയ്തിട്ട് നിനക്ക്? നീ നിന്റെ അമ്മയും കഷ്ടപ്പെടുമ്പോ അവനാണോ വന്ന് നിനക്ക് ഹെൽപ്പ് ചെയ്തത്? ഞാൻ എല്ലാം സമ്മതിക്കുന്നു സർ. പക്ഷെ നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് മനസ്സിലാക്കൂ. എന്താണ് ഈ റിലേഷൻഷിപ്പ്? ഇന്നേരം തന്നെ ഞാൻ ഗർഭിണിയാക്കിയിരുന്നെങ്കിൽ ആ ചന്ദ്രു ഇതിനൊക്കെ സമ്മതിക്കായിരുന്നോ? അല്ലെങ്കിൽ നീ തന്നെ ഇങ്ങനെ വന്ന് എന്നോട് ചോദിക്കായിരുന്നോ? സന്ധ്യ, നിന്നോട് എനിക്ക് വല്ലാത്ത സ്നേഹമായിരുന്നു. ഇല്ലായിരുന്നെങ്കിൽ നിന്നെ ഞാൻ എപ്പോഴും നശിപ്പിച്ചെന്നെ. ഒന്നറിയോ, നിന്നെ ഞാൻ കുറേശ്ശെയായിട്ട് അനുഭവിക്കാൻ കാരണം നീ എന്റേത് മാത്രമെന്നുള്ള വിശ്വാസം കൊണ്ടാണ്. എന്നിട്ട് നീ എന്നോട് ഇങ്ങനെ ചെയ്യുന്നോടി. നോക്കേ, ഇനി നമ്മുടെ ബന്ധം തുടരണമെങ്കിൽ അതിന് ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. കുറച്ചായിട്ട് നടന്ന തെറ്റുകളെല്ലാം മുഴുവനായി നടക്കണം. നീ എന്റെ സന്ധ്യയായിട്ട് മാറണമെങ്കിൽ നിനക്കും എനിക്കും ആദ്യ രാത്രി നടക്കണം. അതിനുശേഷമായിരിക്കും വിവാഹം. അയ്യോ ദയവായി ഇങ്ങനൊന്നും സംസാരിക്കരുത്. ഞാൻ ഇതിന് സമ്മതിക്കില്ല. സമ്മതിക്കില്ല? നീ സമ്മതിക്കില്ല. നിന്നെ സമ്മതിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാടി. നന്നായിട്ട് കണ്ടോ നീ? ഇത് കണ്ടിട്ട് നീ തീരുമാനം എടുത്താ മതി. ഇപ്പൊ പറയടി, നീ വരില്ലേ? നോക്ക്, ഞാൻ നിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി ഇങ്ങനെയൊന്നും ചെയ്തതല്ല. ഇത് ഞാൻ മാത്രം കണ്ട് സന്തോഷിക്കാനായിരുന്നു. ഞാൻ പറയുന്നത് നീ കേട്ടില്ലെങ്കിൽ നാട്ടിലുള്ള എല്ലാരും ഇത് കാണേണ്ടി വരും. പിന്നെ നിന്റെ മനവും പോവും, എന്റെ മനവും പോവും. നീയും സൂയിസൈഡ് ചെയ്യണം, ഞാനും സൂയിസൈഡ് ചെയ്യണം. എന്തിനാ സർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇതല്ലാതെ എന്റെ കയ്യിൽ ഒരു മാർഗമില്ല. നാളെ ഞാൻ പറയുന്ന ഗസ്റ്റ് ഹൗസിലേക്ക് നീ വരണം. നമ്മൾ ഇനി ഒരുമിച്ച് ജീവിക്കണമോ വേണ്ട എന്നത് നീയാണ് തീരുമാനം എടുക്കേണ്ടത്.